കാസർഗോഡ് നഗരസഭയുടെ 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തെ പുതുതായി നിലവിൽ വന്ന ഭരണസമിതിയുടെ ബജറ്റും വൈസ് ചെയർമാൻ KM ഹനീഫ അവതരിപ്പിച്ചു. കാസർഗോഡ് നഗരത്തിന്റെ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക മേഖലകളുടെ നിലവാരം ഉയർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിനും നഗരപ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം മുന്നിൽ കണ്ടും നഗരപ്രദേശത്തെ പ്രധാനമായ മുനിസിപ്പൽ പുതിയ ബസ് സ്റ്റാൻഡ് ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മുനിസിപ്പൽ പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മുനിസിപ്പൽ ടൗൺ ഹാൾ, മുനിസിപ്പൽ ഫിഷ് മാർക്കറ്റ്, മുനിസിപ്പൽ സ്റ്റേഡിയം, മുനിസിപ്പൽ ഓപ്പൺ എയർ തിയേറ്റർ എന്നിവയുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ളതുമാണ് ബജറ്റ്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഓരോ വാർഡുകളിലേക്കും 8 ലക്ഷം രൂപ വീതം ആകെ 3,12 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ കാസർഗോഡ് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി നായക്സ് റോഡ്, MG റോഡ്, ഫോർട്ട് റോഡ്, മഡോണ സ്കൂൾ റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളുടെ നവീകരണത്തിനും തുക നീക്കിവെച്ചിട്ടുണ്ട്. തെരുവിളക്ക് വൈദ്യുതി ചാർജ് ഒടുക്കൽ, തെരുവിളക്ക് വൈദ്യുതി ലൈൻ ദീർഘിപ്പിക്കൽ എന്നീ പദ്ധതികൾക്കായി ആവശ്യമായ തുകയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒറ്റത്തൂൺ പാലത്തിന് കീഴിലുള്ള സ്ഥലം ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും ശുചിത്വത്തിനും കുടിവെള്ളം ഉറപ്പാക്കുന്നതിനാവശ്യവുമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ, വയോജനങ്ങൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, ഭിന്നലിംഗക്കാർ എന്നിവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളികളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ തുടങ്ങി വിവിധ മേഖലകളിലായി നിരവധി പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് നഗരപ്രദേശത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത്. കാസർഗോഡ് നഗരത്തിന്റെ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക മേഖലകളുടെ നിലവാരം ഉയർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിനും നഗരപ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം മുന്നിൽ കണ്ടും നഗരപ്രദേശത്തെ പ്രധാനമായ മുനിസിപ്പൽ പുതിയ ബസ് സ്റ്റാൻഡ് ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മുനിസിപ്പൽ പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മുനിസിപ്പൽ ടൗൺ ഹാൾ, മുനിസിപ്പൽ ഫിഷ് മാർക്കറ്റ്, മുനിസിപ്പൽ സ്റ്റേഡിയം, മുനിസിപ്പൽ ഓപ്പൺ എയർ തിയേറ്റർ എന്നിവയുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ളതാണ് ഈ ബജറ്റ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഓരോ വാർഡിലേക്കും 8 ലക്ഷം രൂപ വീതം ആകെ 3,12 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുന്നതിന് നഗരസഭ പ്രത്യേക മുൻഗണന നൽകുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെരുവിളക്കുകൾ സ്ഥാപിച്ച് പരിപാലിക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് നമ്മുടേത്. ഹൈമാസ്, ലോമാസ് ഉൾപ്പെടെയുള്ള തെരുവിളക്കുകളുടെ വൈദ്യുതി പരിപാലന ചിലവ് നഗരസഭയാണ് വഹിക്കുന്നത്. ജലദൗർലഭ്യം നേരിടുന്ന നഗരമായതിനാൽ വരൾച്ച കാലത്തെ കുടിവെള്ള വിതരണം, പൈപ്പ് ലൈൻ നീട്ടൽ, പൊതു ടാപ്പുകളുടെ ഉപഭോഗ നിരക്ക് എന്നിവ നഗരസഭയ്ക്ക് അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. പദ്ധതി വിഹിതത്തിനു പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, MLA MP ഫണ്ടുകൾ, പ്രത്യേക ആരോഗ്യ ഗ്രാന്റുകൾ എന്നിവയുടെ സഹായത്തോടെയാണ് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഫണ്ടുകൾ സമയത്ത് ലഭിക്കാത്തത് പദ്ധതി നിർവഹണത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഭരണസമിതി ആത്മാർത്ഥമായി പരിശ്രമം നടത്തിവരുന്നു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാർ, കൗൺസിൽ അംഗങ്ങൾ, നഗരസഭാ സെക്രട്ടറി, നഗരസഭയിലെ മറ്റുദ്യോഗസ്ഥർ, മാധ്യമ പ്രതിനിധികൾ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംബന്ധിച്ചു. കാസർഗോഡിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ബജറ്റാണ് കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ KM ഹനീഫ അവതരിപ്പിച്ചത്. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ടാകും ഈ ബജറ്റ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.